ഫെബ്രുവരി 4 ലോകമെമ്പാടും വേൾഡ് ക്യാൻസർ ഡേ ആയി ആചരിക്കുകയാണ്. ഏകദേശം 20 ലക്ഷത്തിലധികം പുതിയ ക്യാൻസർ രോഗികളാണ് 2024 നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും മറ്റേതൊരു അസുഖത്തെയും പോലെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖം തന്നെയാണ് ക്യാൻസർ. അപ്പോൾ എങ്ങനെ നമുക്ക് ക്യാൻസറിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള കാര്യം നോക്കാം. ക്യാൻസറിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങളുണ്ട്, നിയന്ത്രിക്കാൻ കഴിയാത്ത ഘടകങ്ങളുണ്ട്. നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകമല്ല. അതുപോലെ പ്രായം കൂടുന്തോറും കൂടുന്ന ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ചെറിയ പ്രായക്കാരെക്കാട്ടിയും കൂടുതൽ സാധ്യതയാണ് പ്രായം കൂടുന്തോറും ബ്രസ്റ്റ് ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യതകൾ. അപ്പോൾ പ്രായം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകമാണോ? അല്ല. അതേപോലെ നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകമാണോ? അല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ലിംഗഭേദം. സ്ത്രീയാണോ പുരുഷനാണോ? സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസർ ഉണ്ട്, പുരുഷന്മാരിൽ കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസർ ഉണ്ട്. ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങളല്ല. പക്ഷേ നമുക്ക് ഈ നിയന്ത്രിക്കാൻ കഴിയാത്ത ഘടകങ്ങൾ കേവലം 5% താഴെ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള 95%-ലധികം ഘടകങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങളാണ്. അത് ഏതൊക്കെയാണ്? നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ശാരീരിക പ്രവർത്തനക്ഷമത. അത് ഏതൊക്കെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ? 1 നമ്മുടെ ശരീരഭാരം, ബോഡി വെയ്റ്റ്. 2 നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അഥവാ ശാരീരിക പ്രവർത്തനക്ഷമത. 3 നമ്മുടെ ഭക്ഷണക്രമം, ഡയറ്റ്. 4 നമുക്കുള്ള ശീലങ്ങൾ, സ്മോക്കിംഗ്, ആൽക്കഹോളിസം മുതലായ ശീലങ്ങൾ. അപ്പോൾ എങ്ങനെ നമുക്ക് ശരീരഭാരം നിയന്ത്രിക്കാൻ കഴിയും? ശരീരഭാരം WHO പറയുന്ന BMI ലെവൽസിന് അകത്ത് തന്നെ നിലനിർത്താൻ നോക്കുക. ഏറ്റവും എളുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊക്കം എത്രയാണോ അതിൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് വേണ്ട ഒരു ബോഡി വെയിറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. 160 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാൾക്ക് 100 കുറച്ച് കഴിഞ്ഞാൽ 60 കിലോ ആയിരിക്കും അയാളുടെ ഏതാണ്ട് ഒരു ഉത്തമ ബോഡി വെയിറ്റ് എന്ന് പറയപ്പെടുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ശരീരഭാരം ഈ പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ലെവൽസിൽ നമുക്ക് കീപ്പ് ചെയ്യാം? അതാണ് നമ്മൾ പറയുന്ന ബാക്കി ഫാക്ടേഴ്സ്. നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഭക്ഷണക്രമം. അന്നജം കൂടിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടുക, അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ഇവയാണ് നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനക്ഷമത അഥവാ ഫിസിക്കൽ ആക്ടിവിറ്റി. WHO പറയുന്നത് പ്രകാരം ഏതാണ്ട് 300 മിനിറ്റിലധികം ഒരാഴ്ച നമ്മൾ ബ്രിസ്ക് എയറോബിക് ആക്ടിവിറ്റി ചെയ്യണം എന്നാണ്. അതായത് ആഴ്ചയിൽ 5 മണിക്കൂർ കൂടുതൽ നമ്മൾ ദ്രുതഗതിയിലുള്ള വ്യായാമം, നടത്തയാവട്ടെ ഓട്ടമാവട്ടെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ദ്രുതഗതിയിലുള്ള വ്യായാമം ചെയ്യുക. ഇതെല്ലാത്തിനും പുറമെ നമ്മൾ ഹാബിറ്റ്സ് നമ്മൾ കൺട്രോൾ ചെയ്യുക. പുകയില പാടെ വർജിക്കുക, മദ്യപാനം കഴിയുന്നതും ഒഴിവാക്കുക. അപ്പോൾ നമ്മുടെ വെയിറ്റ്, ശരീരഭാരം, നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഭക്ഷണക്രമം, നമ്മുടെ ശാരീരിക പ്രവർത്തനക്ഷമത, ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ശീലങ്ങൾ, ഇവ 4 ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ 95% ഘടകങ്ങൾ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങളിലുള്ള 95% ഘടകങ്ങളും കൺട്രോൾ ചെയ്ത് നമുക്ക് ക്യാൻസറിനെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാം.